ശ്രീലങ്കയ്ക്ക് $450 മില്യൺ ധനസഹായം പാക്കേജ് പ്രഖ്യാപിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡിറ്റ്വ ചുഴലിക്കാറ്റ് വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്കുള്ള സഹായമായിട്ടാണ് ഈ തുക ഇന്ത്യ നൽകുക. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യയുടെ സഹായം തുടരുമെന്നും ജയശങ്കർ അറിയിച്ചു. നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയുടെ നീക്കം. അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ്, അയൽ രാജ്യത്തിന് മികച്ച സഹായ പ്രഖ്യാപനമാണ് ഇന്ത്യ നടത്തുന്നത്. ഇതിനകത്തൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. കാരണം ശ്രീലങ്ക മുമ്പ് ഇന്ത്യയുമായി ഏറ്റവും അധികം അടുത്ത് നിന്നിരുന്ന ശ്രീലങ്കയ്ക്ക് ചൈനീസ് സഹായം സ്വീകരിച്ച് മറ്റൊരു ചൈനീസ് പക്ഷത്തേക്ക് പോകുന്നു, ഇങ്ങനെ ചില ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ അയൽ രാജ്യത്തെ ഒപ്പം നിർത്തുക, ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിട്ടാണോ വലിയ സഹായധനം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം? തീർച്ചയായിട്ടും സജിത്ത്, അത്തരത്തിൽ തന്നെ കരുതേണ്ടി വരും. കാരണം ഇന്ത്യ നിലവിൽ തന്നെ പ്രതിവർഷം ശ്രീലങ്കയ്ക്ക് നൽകുന്ന ആകെ തുക എന്ന് പറയുന്നത് $7.7 ബില്യൺ. ഇപ്പോൾ നിലവിൽ ശ്രീലങ്കയിൽ വീശിയടിച്ച ഡിറ്റ്വ ചുഴലിക്കാറ്റ് അത് ആ രാജ്യത്ത് വളരെയധികം നാശനഷ്ടങ്ങൾ തന്നെ വരുത്തിവെച്ചിരുന്നു. അവിടെ നിരവധി ഹെക്ടർ കൃഷിഭൂമി നശിച്ചു, ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അവിടെയുള്ള ഒട്ടനവധി ജില്ലകളാണ് ഇത് കാരണം ബാധിക്കപ്പെട്ടത്. പ്രളയം കാരണം തന്നെ വളരെയധികം നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് നവംബർ 28 ഇന്ത്യ പ്രഖ്യാപിച്ച ഒരു ഓപ്പറേഷനായിരുന്നു ഓപ്പറേഷൻ സാഗർ ബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാഗർ ബന്ധു വഴി ശ്രീലങ്കയിൽ ഇന്ത്യ നിരവധി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി. പ്രളയവും അതുപോലെ തന്നെ ഡിറ്റ്വ ചുഴലിക്കാറ്റും കാരണം ബുദ്ധിമുട്ടുന്ന ശ്രീലങ്കയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ സഹായിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ, അതുപോലെ ഈ ഭക്ഷണ വിതരണം, ധനസഹായം എന്നിവയുടെ എല്ലാം നിയന്ത്രണം ഇതുവഴി ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് നെയ്ബർ ഫസ്റ്റ് എന്ന് പറയുന്ന പോളിസിയാണ്. അപ്പോൾ ഇതനുസരിച്ച് ശ്രീലങ്കയെ എല്ലാ കാലത്തും ഇന്ത്യ സഹായിച്ചിട്ടുണ്ടെന്ന് എസ് ജയശങ്കർ ഇന്ന് ശ്രീലങ്കയിൽ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം നിലവിൽ നൽകി വരുന്ന സഹായങ്ങൾക്ക് പുറമെ $450 മില്യൺ പുതിയ സഹായം കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം നിലവിലെ അവസ്ഥയ്ക്ക് അത് വളരെ വലിയൊരു ആശ്വാസം തന്നെയാണ്. ഈ $450 മില്യൺ $350 മില്യൺ വായ്പയായും അതുപോലെ തന്നെ $100 മില്യൺ ഗ്രാൻഡായുമാണ് നൽകുന്നത്. ഇതിൻ്റെ വിതരണം എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം സൂചിപ്പിക്കും എന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് എസ് ജയശങ്കർ ഇപ്പോൾ നിലവിൽ ശ്രീലങ്കയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെയാണ് അദ്ദേഹം ശ്രീലങ്കയിൽ എത്തിയത്. ഇന്ന് പ്രസിഡന്റുമായിട്ടെല്ലാം പ്രത്യേക കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരം ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം ഇന്ന് തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങുമെന്നും അറിയിച്ചിട്ടുണ്ട്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണം കൂടി പുറത്തു വരുന്നുണ്ട്. എസ് ജയശങ്കർ പ്രതികരിച്ചത് മികച്ച സഹകരണം ശ്രീലങ്കയ്ക്ക് നൽകുമെന്നുമാണ്. ഇന്ത്യയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള ഇന്ത്യയുടെ സഹായം ഇനി തുടരുമെന്നും ജയശങ്കർ അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്ക്. I am here as special envoy of Prime Minister Narendra Modi and carrying a message for President Anurag Kumar Dissanayake. The President was kind enough to receive me this morning, and we had a detailed discussion on the damage caused by Cyclone Ditwa. The letter from Prime Minister Modi that I handed over builds on our first responder role and commits a reconstruction package of $450 million to Sri Lanka. യെസ്, എന്തായാലും അയൽ രാജ്യത്തിന് ഏറ്റവും വലിയ സേവനമാണ് ഇന്ത്യ ചെയ്യുന്നത്. ശ്രീലങ്കയുമായുള്ള നല്ല ബന്ധം അത് ഇന്ത്യ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം ദുരന്തത്തിൽ നഷ്ടപ്പെടുന്നവർക്ക് സഹായം ചെയ്യുക ഇന്ത്യ മുൻപും ഉണ്ടായിട്ടുണ്ട്, അത് ആവർത്തിക്കുകയാണ്. അയൽ രാജ്യത്തിന് മികച്ച സഹായമാണ് മന്ത്രി ജയശങ്കറിൻ്റെ ഭാഗത്തുനിന്ന്.